മറ്റൊരു ഖേദകരമായ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തെങ്ങ് വീണ് രണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ മരിച്ചു. 4 പേർക്ക് പരിക്ക്. കുന്നത്തുകാൽ സ്വദേശികളായ വസന്ത, ചന്ദ്രിക എന്നിവരാണ് മരിച്ചത്. ജോലിക്കിടെയായിരുന്നു അപകടം. വിവരങ്ങളുമായി പ്രദീപ് ചേരുന്നുണ്ട്. പ്രദീപ്, വളരെ ഖേദകരമായൊരു വാർത്ത തന്നെയാണ്. മറ്റ് 4 പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് പ്രദീപ്? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാവിലെ തന്നെ വളരെയേറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇത്തരത്തിൽ രാവിലെ ഈ തൊഴിലുറപ്പിന് വന്ന അമ്മമാർ ഇവിടെ ജോലി കഴിഞ്ഞ് ഇതിനിടയിലെ ഭക്ഷണം കഴിച്ച ശേഷം ഒന്ന് വിശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തെങ്ങ് അവരുടെ ദേഹത്തൂടി വീഴുന്നത്. രണ്ടുപേർക്കാണ് ഇപ്പോൾ നിലവിൽ മരണം സംഭവിച്ച വാർത്ത നമുക്കറിയുന്നത്. ചന്ദ്രിക, വസന്തകുമാരി, ഇവർക്ക് 65 വയസ്സാണ്. ഈ രണ്ടുപേരാണ് നിലവിൽ മരണപ്പെട്ട വിവരം നമുക്ക് ആശുപത്രി കാരക്കുളം മെഡിക്കൽ കോളേജിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. മറ്റ് രണ്ടുപേരുടെ അവസ്ഥ അതീവ ഗുരുതരമാണ്. സ്നേഹലത, ഉഷ എന്നിവർക്കും കൂടി അവരുടെ അവസ്ഥയും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള ഈ ചാവടി കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ ചാവടിക്ക് സമീപമാണ് ഇവർ ഇത്തരത്തിൽ പണിയിൽ ഏർപ്പെട്ടിരുന്നത്. ഇതിനിടയ്ക്കാണ് ഉണങ്ങി നിന്നത് ഒരു തെങ്ങാണ് ഇത് കടപുഴകി വീഴുന്നതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതും. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ചികിത്സയും മറ്റു കാര്യങ്ങളും കാരക്കുളം മെഡിക്കൽ കോളേജിന്റെ ഭാഗം നടക്കുന്നുണ്ട്. ഇതിനുശേഷം ഗുരുതരാവസ്ഥയിലായ ഈ രണ്ടുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനുള്ള ഒരു ശ്രമം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് രാവിലെ തന്നെ ഈ വിവരം അറിഞ്ഞ് നാട്ടുകാരും മറ്റുള്ള ഫയർഫോഴ്സ് സംവിധാനം ഉൾപ്പെടെയുള്ള ആൾക്കാരെത്തി ഇവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനം നടത്തിയാണ് അവരെ കാരക്കുളം മെഡിക്കൽ കോളേജിൽ എത്തിച്ചതും. രേണുക. ശരി, പ്രദീപ്, വ്യക്തമാകുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് തെങ്ങ് വീണ് രണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ മരിച്ചത്. 4 പേർക്ക് പരിക്ക്. കുന്നത്തുകാൽ സ്വദേശികളായ വസന്ത, ചന്ദ്രിക എന്നിവരാണ് മരിച്ചത്. ജോലിക്കിടെയായിരുന്നു അപകടം. രാവിലെയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. മറ്റുള്ളവർ ചികിത്സയിൽ തുടരുന്നു. പ്രദീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്.